ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സമൃദ്ധിയുടെ ഭർത്താവ് ഉറപ്പായിട്ടും വരും. അയാൾ എവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. രാജീവ് എന്നോടുള്ള വാശിക്ക് പറഞ്ഞായിരിക്കുമോ അത്? അതോ സത്യമായിരിക്കുമോ? കഴിഞ്ഞതൊക്കെ പോട്ടെ, അതൊന്നും ഓർത്ത് വിഷമിക്കേ വേണ്ട. രാജീവിനോടുള്ള ഇഷ്ടമില്ലായ്മ മനസ്സിൽ കിടക്കുന്നോണ്ടാ മുന്നേ കാണുമ്പോ മനസ്സിൽ വിരോധം തോന്നുന്നേ. ഇനി ഈ വഴക്കിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകരുത്. അത് പറഞ്ഞു പരിഹരിച്ചേ പറ്റൂ. എന്തായാലും അവര് കല്യാണം കഴിച്ച് ഇവിടെ താമസമായി. എത്ര കാലം ഈ വിരോധമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും? ഞാൻ പറയുന്നത് ഗോകുല് കേൾക്കുന്നുണ്ടോ? എന്താ പറഞ്ഞേ? ഓ, അത് ശരി. അപ്പൊ ഇത്രയും നേരം എന്താ ഞാൻ പറഞ്ഞോണ്ടിരുന്നെ? ഗോകുലൊന്നും കേട്ടതുമില്ല. സോറി, ഞാൻ ആകെ ടെൻഷനായി പോയി. ആ ടെൻഷൻ അവസാനിപ്പിക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. രാജീവുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞു തീർക്കണം. തീർത്തേ പറ്റൂ. അതങ്ങനെ ഒന്നും എളുപ്പത്തിൽ തീരുമെന്ന് തോന്നുന്നില്ല. രാജീവിനോടുള്ള വിരോധം ഇങ്ങനെ മനസ്സിൽ വെച്ചേക്കല്ലേ. എന്തായാലും രാജീവ് ഉടനെ തിരിച്ചു വരും. തമ്മിൽ കുറച്ചു നേരം ഒന്ന് സംസാരിച്ചിരുന്നാ മതി. എല്ലാ പ്രശ്നവും മാറ്റണം. നിങ്ങൾ രണ്ടുപേരും എല്ലാ കാലവും പരസ്പരം വിരോധം കൊണ്ടു നടക്കാനുള്ള ആളുകളല്ല. നാളെ രാവിലെ ഞങ്ങളുടെ കല്യാണത്തിനിടയിലേക്ക് രാജീവ് സമൃദ്ധിയുടെ പഴയ ഭർത്താവിനെ കൊണ്ടുവന്ന എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞിട്ട് ഇനി എങ്ങനെ മാറ്റിവെക്കാൻ പറയും? സമൃദ്ധിയുടെ പഴയ ഭർത്താവ് തിരിച്ചു വന്ന എൻ്റെ മകൾക്ക് അമ്മ നഷ്ടപ്പെടും. എൻ്റെ കുടുംബം ഇല്ലാതാവും. എന്താ ഇങ്ങനെ ആലോചിക്കുന്നേ? ഗോകുലിന്റെ മനസ്സിൽ എന്താന്ന് എനിക്ക് മനസ്സിലായി. ഇത്രയും നാളും ശത്രുവിനെ പോലെ കണ്ട ആളിനോട് ഇനി എങ്ങനെ സ്നേഹത്തോടെ പെരുമാറുന്നല്ലേ? ജീവിതം അങ്ങനെയൊക്കെയാണ് ഗോകുൽ. ഒരു ദിവസം കൊണ്ട് ചിലപ്പോ ശത്രു മിത്രമാവും, മിത്ര ശത്രുവാവും. പ്രതീക്ഷിക്കാത്ത സൗഭാഗ്യങ്ങളൊക്കെ വരും. ചിലപ്പോ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ നമ്മളെ വിട്ടു പോയെന്നും വരാം. പക്ഷേ നമ്മളെല്ലാം ഒരുപോലെ കാണണം. അങ്ങനെ കണ്ടാ രാജീവിനോടുള്ള ഈ ശത്രുതയൊക്കെ താനേ ഇല്ലാതായിക്കോളും. സമാധാനായിരിക്കെ, എല്ലാം ശരിയാവും. ആ, അവൻ വരുന്നുണ്ട്. എത്ര നേരമായി ഞാൻ മൂർത്തിയുടെ കോള് വെയിറ്റ് ചെയ്യുന്നു. എന്തായി? മാഡത്തിന്റെ ടെൻഷൻ എനിക്ക് മനസ്സിലായി. ഒരു പേടിയും വേണ്ട, എല്ലാം നമ്മുടെ പ്ലാൻ അനുസരിച്ച് തന്നെ നടക്കും.